വെൽക്കം ടു SLS അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കുന്നത് പിയൂൺ അറ്റൻഡറിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിന്നു 200 മീറ്റർ കിഴക്കോട്ട് നടന്നു. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ വീണ്ടും നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു 200 മീറ്റർ കൂടി നടന്ന് യാത്ര അവസാനിപ്പിച്ചു. എങ്കിൽ ആരംഭിച്ച സ്ഥലത്തു നിന്നും എത്ര അകലെയാണ് മിന്നു ഇപ്പോൾ? അപ്പോൾ എങ്ങനെ ചെയ്യാം? വെറുതെ ഒരു 2 ആക്സിസ് വരയ്ക്കുക. എന്താണ് ആദ്യത്തെ സ്ഥലത്ത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സെൻറ്ററായിട്ട് എടുക്കാം. ഇവിടെ നിന്ന് എത്ര മീറ്ററാണ്? 200 മീറ്റർ കിഴക്കോട്ട് നടന്നു. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും ഒരു 100 മീറ്റർ. അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു 200 മീറ്റർ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇതാണ്. അത് എത്രയൊക്കെയാണ്? 100-ന് ഈക്വലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 2012 ജനുവരി 26 വ്യാഴാഴ്ച ആയിരുന്നെങ്കിൽ ജൂൺ 1 ഏതാഴ്ചയാവും? ഓക്കെ, 2012 ജനുവരി 26. അപ്പോൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും കൂടെ കൂട്ടിയ ശേഷം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ജനുവരിയിൽ ഇനി ബാക്കിയുള്ളത് 5 ദിവസം. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 29, കാരണം 2012 ആണ്. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ 31, ഏപ്രിൽ 30, മെയ് 31, ജൂണിൽ 1 ദിവസം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 127. ഇതിനെ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 127. 127 ഡിവൈഡ് ബൈ 7, 7, ബാക്കി 5, 57. 7 എത്രയാണ്? 56. ബാക്കി എന്തുണ്ട്? 1 ദിവസം. അപ്പോൾ വ്യാഴം എന്താണ്? ജനുവരി 26 വ്യാഴാഴ്ച. അപ്പോൾ വ്യാഴം പ്ലസ് 1 ദിവസം. അപ്പോൾ എന്തായിരിക്കും? വെള്ളിയാഴ്ച. ഓക്കെ, അപ്പോൾ എന്താണ്? ജൂൺ 1 എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 8, 27, 64, 81, 125, 216, 334 ഇങ്ങനെ പോകുന്ന സീരീസിൽ ഈ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? അപ്പോൾ നോക്കുമ്പോൾ ആദ്യം മനസ്സിലാകുന്നത് 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? 5 ക്യൂബാണ് വരേണ്ടത്. പക്ഷേ എന്താണ്? അതായത് 5 ക്യൂബ് എത്രയാണ്? 125. പക്ഷേ അതിന് പകരം തന്നിട്ടുള്ള ഏതാണ്? 81. അതായത് 9 സ്ക്വയറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 81 കൂട്ടത്തിൽപ്പെടാത്തത്. ബാക്കിയെല്ലാം എന്താണ്? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64. അങ്ങനെ അടുത്ത് വരേണ്ടത് 125 ആണ്. പക്ഷേ തന്നിട്ടുള്ളത് 81. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോക്കിൽ 2:30 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയായിരിക്കും? ഇവിടെ എന്താണ്? ഒരു ക്ലോക്കിലെ നമുക്കറിയാം 1 മണിക്കൂർ പോകുമ്പോഴേക്ക് എത്രയാണ്? 30 ഡിഗ്രിയാണ് മാറുന്നത്. അപ്പോൾ 2:30 ആകുമ്പോഴേക്കും സാധാരണ ഗതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 180 മൈനസ് 60. പക്ഷേ എന്ത് ചെയ്യുക? അപ്പോൾ 120 ആയിരിക്കും ആകത്തുള്ളൂ. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? മിനിറ്റിൻ്റെ പകുതി മൈനസ് ചെയ്യുക. 120 മൈനസ് മിനിറ്റ് എത്രയാണ്? 30 മിനിറ്റ് ആകുമ്പോൾ അതിൻ്റെ പകുതി 15. 120 മൈനസ് 15, 105. അപ്പോൾ എന്താണ് ചെയ്തത്? 2-നും 2:30 ആകുമ്പോഴേ 2:30 ആകുമ്പോഴേക്കും ഈ അളവ് സാധാരണഗതിയിൽ 2-ൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും? 120 ആയിരിക്കും. അതിൽ നിന്ന് എന്തിൻ്റെ എത്ര മിനിറ്റാണോ പറയുന്നത് അതിൻ്റെ പകുതി കുറയ്ക്കുക. അതായത് 30 മിനിറ്റ് ആയതുകൊണ്ട് 15 കുറയ്ക്കുന്നു, 105 കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാറ്റ് എന്നതിനെ ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ച് 29, 27, 46 എന്നും നെറ്റ് എന്നതിനെ 40, 31, 46 എന്നും എഴുതിയിരിക്കുന്നെങ്കിൽ ഇതേ കോഡ് ഉപയോഗിച്ച് ബാറ്റ് എന്ന് എങ്ങനെ എഴുതും? അപ്പോൾ ഇതിൽ നോക്കുമ്പോഴേക്കും ഒരു കാര്യം മനസ്സിലാവും. കാറ്റിൽ തന്നെ എ എത്രയാണ്? 27 സി 29 അതായത് എ എത്രയാണ്? 27, സി 29. അപ്പോൾ ബി എന്ത് വരാം? 28. അപ്പോൾ ഇങ്ങനെയാണ് നമ്പർ തുടങ്ങുന്നത്. 27, 28, 29 അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതേണ്ടതാണ് ബാറ്റ്. ബാറ്റിൽ അപ്പോൾ ബി എന്ത് വരും? 28. എ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ള എക്സാമ്പിളിൽ തന്നെയുണ്ട് 27, ടി 46. കാറ്റിൽ നിന്ന് തന്നെ അത് കാണാം. അപ്പോൾ ഇതാണ് ബാറ്റിൻ്റെ കോഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കാറ്റ് ഈസ് ടു കിറ്റൻ ആയാൽ ഡോഗ് ഈസ് ടു ഡാഷ്. എന്താണ്? പപ്പി. സെയിം റിലേഷൻ നോക്കിയാൽ മതി. ഡോഗ് ഈസ് ടു പപ്പി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അശ്വിൻ അർജുനനെ പരിചയപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ഇതെൻ്റെ മുത്തശ്ശൻ്റെ ഏക മകളുടെ മകനാണ് എങ്കിൽ അശ്വിൻ ആരാണ്? അപ്പോൾ ഇതിൽ പറയുന്നത് മുത്തശ്ശൻ്റെ ഏക മകൾ എന്ന് പറയുമ്പോൾ എന്താണ്? അശ്വിൻ്റെ അമ്മയെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അർജുൻ ആരാണ്?
അർജുൻ അശ്വിൻ്റെ അനുജനാണ്, സഹോദരനാണ്. ഓക്കെ, അപ്പോൾ സഹോദരൻ എന്നാണ് ആൻസർ. 1, 4, 10, 19, 31. പിന്നെ എന്താണ് അടുത്ത വിട്ടുപോയതാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ 1, 4, 10, 19, 31, 64. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്താണ്? 3, ഇവിടെ 6, എത്ര വരും? 9, 12. അതായത് 3ൻ്റെ ഗുണിതങ്ങളാണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അടുത്ത് എന്ത് ആഡ് ചെയ്യണം? പ്ലസ് 15 ആഡ് ചെയ്യേണ്ടത് അല്ലേ? 31 + 15 എന്ത് വരും? 46. ഓക്കെ, 46 അവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 3 + 7 × 10⁻⁴ + 5 × 10² + 2 × 10⁴. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 3 + 7 × 10⁻⁴ + 5 × 10² + 2 × 10⁴. ഓക്കെ, അപ്പോൾ ഇതിൽ 3 + 7 × 10⁻⁴ എന്ന് വെച്ചാൽ 70, + 5 × 10² എന്ന് വെച്ചാൽ 500, + 2 × 10⁴ ആകുമ്പോഴേക്കും 40 ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എന്ത് ചെയ്യണം? ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ബോഡ് മാസിൽ എന്ത് ചെയ്യണം? ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റിനകത്ത് വരുന്ന ഏതാണ്? 8 + 4 × 3. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുക. 8 + 4 × 3 / 4 × 4. അപ്പോൾ അകത്ത് ചെയ്യുമ്പോഴേക്കും ആദ്യം എന്ത് ചെയ്യുക? അഡിഷനും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? അഡിഷൻ ചെയ്യുക. 20 - 8 + 12 / 4 × 4 എന്ത് വരും? 20 - 20 / 4 × 4. ഇനി എങ്ങനെ ചെയ്യണം? ഇനിയും വീണ്ടും ബോഡ് മാസിൽ ഡിവിഷൻ. അപ്പോൾ ഡിവിഷൻ എവിടെ വരുന്നത്? ഇവിടെ 20 / 4 എന്ന് പറയുന്ന 5 വരും. 20 - 5 × 4. 5 × 4 എന്താവും? 20. അപ്പോൾ 20 - 20 0.